കണ്ടുപിടിച്ചു. ഞാൻ പത്രക്കാരെ വിളിച്ച് വിവരം പറയട്ടെ. പത്രക്കാരെ വിളിക്കാൻ പറ്റിയ സാർ എന്താണ് കണ്ടുപിടിച്ചതെന്ന് നമുക്കറിയാം. സാർ ഇത്ര കഷ്ടപ്പെട്ട് എന്താണ് കണ്ടുപിടിച്ചത്? എന്താണ് കണ്ടുപിടിച്ചത്? ആഴ്ചകളായി എന്റെ ഉറക്കം കെടുത്തിയ ആ വസ്തു ഞാൻ കണ്ടുപിടിച്ചു. ഏതാണ് വസ്തു? കാണാതെ പോയ എന്റെ മഞ്ഞ ഷർട്ടിന്റെ ബട്ടൺസ് ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങളെ കാര്യം മനസ്സിലായില്ലല്ലോ. അല്ല, സാർ ഒരു പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണല്ലോ. ആര്? സാറ് അല്ലേ? അയ്യോ, അപ്പൊ സാറിന്റെ അടുത്ത് നിന്ന് ശാസ്ത്രത്തിന്റെ തന്ത്രങ്ങൾ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്. അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ശാസ്ത്രജ്ഞന്മാരാകണം. കാവണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാവാൻ പറ്റൂല. പിന്നെ ശാസ്ത്രജ്ഞനാവണമെങ്കിൽ നമ്മൾ ശാസ്ത്രത്തിന്റെ പൂട്ടുകൾ കുത്തി തുറക്കണം. അപ്പോൾ എല്ലാം തികഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാവണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പൂട്ടുകൾ കുത്തി തുറക്കണം. അപ്പൊ സാറേ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞല്ല, എനിക്ക് ചൊവ്വയിൽ പോണം. ചൊവ്വയിൽ പോണം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യാഴത്തിൽ പോണം. എടാ, ഈ ചൊവ്വ പോണതും വ്യാഴത്തിൽ പോണതും ഒക്കെ വെറുതെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ്. അതൊന്നും ഒരു ആഗ്രഹമേ അല്ല. എനിക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ പോണം എന്നാണ്. അത് നടക്കാത്ത കാര്യമാണ്. എന്താണ്? സൂര്യനിൽ പോണെങ്കിൽ ഒരുപാട് പൈസ ചെലവാവൂലേ? 10 പൈസ ചെലവില്ലാതെ സൂര്യനിൽ പോണം എന്നാണ് എന്റെ ആഗ്രഹം. സാറേ, അതിനൊക്കെ ഒരുപാട് കാശ് ചെലവാവുന്നേ. എടാ, വെറുതെ ആഗ്രഹിക്കണേന് വല്ല ചെലവ് അല്ല. എന്താ എന്നാണ് ഇനി ഒരു ശാസ്ത്രജ്ഞനാണ്? അല്ല സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ചൊവ്വയില് ജീവനുണ്ടാ? ചൊവ്വയില് ജീവൻ ഉണ്ടോന്ന് അറിയാൻ പാടില്ല. ഏഷ്യാനെറ്റും കൈരളിയും സൂര്യയൊക്കെ ഉണ്ട്. അതല്ലെന്ന്, അമേരിക്ക ഇപ്പൊ ചൊവ്വയിൽ ഒരു പെണ്ണിന്റെ രൂപം കണ്ടുപിടിച്ചില്ല. അതിനെ കുറിച്ചാണ് ചോദിച്ചത്. അതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ അമേരിക്കക്കാർ കാണിച്ച പോക്കിരിത്തരോ. എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയിട്ട് വേണം തിരിച്ചു പോകാൻ. ഇത് കണ്ട ഉടനെ മൂട്ടിലെ പൊടിയും തിരിച്ച് അവർ അമേരിക്കയിലേക്ക് തന്നെ പോയില്ലേ? എന്റെ അമർഷം ആളെ കത്തുവാ. പക്ഷെ അമേരിക്കക്കാരാണ് പെണ്ണിന്റെ രൂപം കണ്ടതെങ്കിലും ഇത് പെണ്ണാണെന്നും എവിടുത്തുകാരിയാണെന്നും ഒക്കെ കൃത്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഈ ഞാനാണ്. സാറാണ്. ഇത് പുറലോത്തോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളോടൊന്നും പറയും. ആരോടും പറയില്ല. പുറത്ത് വിടാത്ത ഞങ്ങളോട് പറയല്ല. പുറത്ത് പറയോ? ഇല്ല, പറയില്ല. ആരോടും പറയോ? ആരോടും പറയൂല. അമേരിക്ക ചൊവ്വയെ കണ്ടെത്തിയ പെണ്ണ് നല്ല വെളുത്ത് തടിച്ച് പൊക്കം കുറഞ്ഞ പെണ്ണ്. ആ പെണ്ണാണ് ഷക്കീല. എടാ, ആണെന്ന് ഇവിടെ പടവിലുണ്ടായപ്പോ ചൊവ്വയിലേക്ക് പോയതല്ലേ? ശരിയാവൂടാ? എനിക്ക് തോന്നുന്നില്ല ശരിയാവും. അതൊക്കെ പോട്ടെ. ഈ വേഴത്തിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? ആരാണ് പറഞ്ഞ? വേഴത്തിൽ വെള്ളം ഉണ്ട്. വ്യാഴത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. വ്യാഴത്തിൽ ഒരു തുള്ളി വെള്ളമില്ല. ലക്ഷ്യം കണ്ടുപിടിച്ചില്ല. ലക്ഷ്യൊക്കെ ഭ്രാന്താണ്. എടാ, ഞാൻ ഈ വ്യാഴത്തിൽ ഒരു പൈന്റ് ആയിട്ട് കിടന്നിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടണമല്ല. ഒരു തുള്ളി വെള്ളം വ്യാഴത്തിലില്ല. അവസാനം ഡ്രൈ ആയിട്ട് അടിച്ച് എനിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ പോണേട്ടാ. വ്യാഴത്തിന്റെ ചന്ദ്രനിൽ വെള്ളമുണ്ട്. ചന്ദ്രനിൽ വെള്ളമില്ല, പക്ഷെ ചന്ദ്രൻ ഫുൾ ടൈം വെള്ളം. ഞാൻ വന്നപ്പത്തോട് ചോദിക്കണമെന്നില്ല, സാറിന് വൃത്തിയായിട്ടൊക്കെ നടന്നൂടെ? ഈ മുടിയൊക്കെ വെട്ടിയിട്ട് ഒരു മനുഷ്യനായിട്ട് നടന്നൂടെ? എടാ, ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു? എടാ, ഞാൻ ചൊവ്വയിലായിരുന്നു. മുടി വെട്ടാൻ പാടില്ലേ? എടാ, ചൊവ്വയിൽ മുട്ടിന് ബാർബർ ഷോപ്പുകൾ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ചൊവ്വയിൽ ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് അവധിയല്ലേ? ചൊവ്വാഴ്ച അവധിയാ? സാറേ, ഇങ്ങോട്ട് നോക്കിയേ. സാറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. സാർ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? വിദ്യാഭ്യാസം, ക്വാളിഫിക്കേഷൻ? MS സുവോളജി. MS സുവോളജിയോ? അപ്പൊ കെമിസ്ട്രി പരമായിട്ടൊക്കെ ഭയങ്കര അറിവായിരിക്കുമല്ലോ. തല മുഴുവൻ കെമിസ്ട്രി അല്ലേ? ആണോ? അപ്പൊ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, പഠിക്കാൻ വേണ്ടിട്ടാണ്. അതായത് H2SO4 ഉണ്ടാക്കണം എങ്ങനെ? H2SO4 കഴിഞ്ഞ 12-ാം തീയതി ഒരു കല്യാണത്തിന് ഞാൻ കണ്ടതാണല്ലോ. H2SO4 അതായത് സൾഫ്യൂരിക് ആസിഡ്. സർഫ് അല്ലേ? സർഫ് അല്ലെന്ന്, സൾഫ്യൂരിക് ആസിഡ്. അതുണ്ടാക്കണം എങ്ങനെയാണ്? ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ശരിക്കും ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞനാവണമെങ്കിൽ നമ്മൾ എന്താണ് വേണ്ടത്? പൂട്ടുകൾ കുത്തി തുറക്കണം. കറക്റ്റ്. ഇനി സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കണം പഠിപ്പിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ കയ്യില് ഒരു സാധനം കൊടുക്കണം. സായനോ? എന്ത് സായനം? മറ്റേ ഇത് അത് നമ്മൾ ഈ കയ്യിൽ എടുക്കണം. അതിനുശേഷം നമ്മൾ ഈ കയ്യില് വേറൊരു സാധനം കൊടുക്കണം. എന്ത് സാധനം? മറ്റേ ഇത്. അപ്പൊ അത് രണ്ടും ആയില്ലേ? ബിഗറും ഇതില് മറ്റേ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പൊ ഇത് അല്ല, ബിഗർ വേണ്ടല്ലേ? ബിഗർ വേണ്ട. അല്ല, ബിഗർ ഇരുന്നോട്ടെ. അതാ നല്ലത്. അപ്പൊ ഈ ബിഗറും ടെസ്റ്റ് അല്ലെ ബിഗർ ഒഴിവാക്കിയല്ല? എന്നാ ഇരുന്നോട്ടെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോണം. ഇതിൽ നിന്ന് ഇത് ഇങ്ങനെ ഒഴിക്കും. അല്ല, എന്താ ഒഴിക്കണല്ലോ? സർഫ് നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ പയ്യൊഴിച്ചാ പോരാ, വീശി ഒഴിക്കണം. ഇതിങ്ങനെ പൊക്കി ഇങ്ങനെ അടിച്ച് പത വരുമ്പോ നേരെ മേശപ്പുറത്തോണ്ട് ഒറ്റ കുത്ത് അടിക്ക്. ലേറ്റ് ആയ മൂന്നാമത് ചായടിക്കലായിരുന്നല്ലേ പരിപാടി? 97-ല്. ഭൂഗുരുത്വാകർഷണത്തെ കുറിച്ച് സാറിന് എന്താ പറയാ? ഭൂഗുരുത്വാകർഷണം എല്ലാം കണ്ടുപിടിച്ചത് ഞാനല്ലേ? ഐസക് ന്യൂട്ടനാണ്. ആരാണ് പറഞ്ഞത് ഐസക് ന്യൂട്ടൻ ആണെന്ന്?
എടാ ഞാൻ ഈ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിക്കുമ്പോ ഈ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ചെറുക്കൻ വള്ളിനിക്ക് റൂട്ട് ഐസും ചപ്പിക്കൊണ്ട് നടക്കുക. സാറാണ് കണ്ടുപിടിച്ചത്? ആ എങ്ങനെ കണ്ടുപിടിച്ചു? എങ്ങനെ കണ്ടുപിടിച്ചെന്നാ നമ്മുടെ ആലപ്പുഴയിൽ നല്ല കിടിലം കയറുണ്ട്, നല്ല സൂപ്പർ കയർ, ചക്കര കയർ. അതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് അങ്ങനെയല്ല, ഒരു താളം വേണം. ഇതിങ്ങനെ ഇങ്ങനെ 3 പ്രാവശ്യം അങ്ങോട്ട് ചുറ്റിയിട്ട് നേരെ കാലിലേക്ക് അങ്ങ് ഇടണം. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇറങ്ങണം. മുകളിലേക്ക് കൊലയിലേക്ക് ഒറ്റ വെട്ടുവിട്ടിട്ട് പറഞ്ഞ നോക്കിക്കോട്ടാ കൊലവനുണ്ടേ എന്ന്. ഈ ന്യൂട്ടന്റെ സിദ്ധാന്തത്തെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? എന്റെ പൊന്നു ദൈവമേ, ഇതുപോലെ സിദ്ധാന്തമുള്ള ഒരു വെടക്ക് പിടിച്ച ചെറുക്കനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്ത് സിദ്ധാന്തമാണ് ആ ചെറുക്കന്? താഴെ നിർത്തിയാ നിൽക്കോ? ഇല്ല. ഒക്കെ തിരുത്തിയായിരിക്കോ? ഇല്ല. എവിടെയെങ്കിലും കൊണ്ട് കിടത്തിയാ കിടക്കോ? ഇല്ല. ഓ, ഇത്ര വൃത്തികെട്ട സിദ്ധാന്തമുള്ള ചെറുക്കൻ ഏത് ചെക്കനാന്ന്? എന്റെ പെങ്ങടെ മോൻ ന്യൂട്ടൺ. അയ്യോ, പുറം മുഴുവൻ ചൂട് ഗുരു ആയിരുന്നു. അതല്ല ചോദിച്ചത്, ഗുരു ഉണ്ടാന്ന്. അയ്യോ, എനിക്ക് ഒരു ഗുരുവല്ല, എനിക്ക് 2 ഗുരുക്കന്മാരാണ്. 2 ഗുരുക്കന്മാർ കേട്ടിട്ടില്ലേ? കേട്ടുകാണ് നിങ്ങള്? ലൊട്ടിലൊടുക്കും ഗുൽഗുലുമാലും. എന്തോരം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാന്നറിയോ? പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം ആ വിക്രമനും മുത്തും വന്ന് തട്ടിയെടുത്തോണ്ടു. സംശയം, ഇവര് തുമ്പയിലുള്ള ശാസ്ത്രജ്ഞന്മാരാണ്? തുമ്പയിലും കിമ്പയിലും ഉള്ളതൊന്നുമല്ല, ഇത് ബാലരമയിലുള്ള ശാസ്ത്രജ്ഞന്മാർ. നമ്മളെ ശരിക്കും എല്ലാം തികഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പൂട്ടുകൾ കുത്തി തുറക്കണം. കറക്റ്റ്. ഇത്രയും കാലം എന്റെ കൂടെ നിന്ന സ്ഥിതിക്ക് ഇന്ന് നിങ്ങളും ഒരു പൂട്ട് കുത്തി തുറക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങളും പ്രശസ്തരാകും. പ്രശസ്തരാകുക മാത്രമല്ല, ശാസ്ത്രലോകത്തിന് പുതിയൊരു വാഗ്ദാനമാണ് നിങ്ങൾ രണ്ടുപേരും. ഭാരതത്തിന്റെ അഭിമാന താരങ്ങളായി മാറുകയാണ് നിങ്ങൾ. മനസ്സിലായോ? പത്രക്കാര് വരും, ടി വിക്കാര് വരും, ഫയർഫോഴ്സ് വരും, പോലീസ് വരും, ആംബുലൻസ് വരും. ആകെ കാളകുള ബഹളമായിരിക്കും. അങ്ങനെ നിങ്ങൾ പ്രശസ്തരാകാൻ പോവുകയാണ്. അപ്പോൾ പൂട്ടുകൾ തുറക്കാൻ മനസ്സേകാഗ്രമാക്കി വെക്കുക. തയ്യാറാണല്ലോ? നീ പോയി താക്കോലിട്ടുണ്ടോ? അവിടുന്ന് തൂക്കിട്ടേക്കണം. ഓടിച്ചില്ലേ സാറേ? ഇതോടെ ഞങ്ങൾ രക്ഷപ്പെടുമല്ലേ? പിന്നെ എന്റെ പാരമ്പര്യം നിങ്ങളല്ലേ കാത്തു സൂക്ഷിക്കേണ്ടത്. പൂട്ടുകൾ തുറക്കാൻ പോവുകയല്ലേ? വേഗം എടുത്തിട്ട് വേണം. ഇങ്ങോട്ട് കൊണ്ടുപോയി. ഇങ്ങോട്ട് കിട്ടിയോ? അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കുക. ശാസ്ത്രത്തിന്റെ കല്ലറയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇരുട്ടിന്റെ ഊടുവഴികളിലൂടെ നിങ്ങൾ ആ പൂട്ട് തുറക്കാൻ പോവുക. പൂട്ടുകൾ തുറക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞോ? മനസ്സിനെ ഏകാഗ്രമാക്കിയോ? എങ്കിൽ സമയം കളയാതെ പൂട്ട് തുറക്കൂ. നിന്ന് വാചം അടിക്കാതെ പൂട്ട് കാണിച്ച സാറേ. ഇതാണ് പൂട്ട്. ഈ പുള്ളിക്ക് പിന്നെ അന്താണ് വിട്ടോടാ.